പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തളരാത്ത ചിറകുകളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. യേശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ശക്തമായ ചിറകുകളിൽ. ഇത് കേൾക്കുന്ന ജനത്തിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണവർ. അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു, ദേവാലയം കത്തിയെരിയുന്നത് അവർ കണ്ടതാണ്. ജെറൂസലം നാശകൂമ്പാരമായി കിടക്കുമ്പോഴാണ് 2000-ലധികം കിലോമീറ്റർ അകലെയുള്ള ബാബിലോണിലേക്ക് നബൂക്കദ്നേസർ ചക്രവർത്തി അവരെ അടിമകളായി കൊണ്ടുപോയത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് പ്രവാസികളായി വിലപിച്ചു കഴിയുന്ന ജനത്തിന് പ്രത്യാശ നൽകാൻ വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനെ നമ്മൾ ഏശയ്യ എന്നാണ് പറയുന്നത്. ഏശയ്യ 2-ാം ഏശയ്യ എന്നും അറിയപ്പെടാറുണ്ട്. ഏശയ്യ 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ ഈ സന്ദേശം നമുക്ക് കേൾക്കാൻ സാധിക്കും. എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ട്? ഏശയ്യ 40-ാം അധ്യായം 27-ാമത്തെ വാക്യം ഈ സാഹചര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവരുടെ അടുക്കിലേക്ക് അയക്കുന്ന പ്രവാചകൻ വലിയ ഒരു സന്തോഷത്തിന് സദ്വാർത്തയുമായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ അടിമത്തം അവസാനിച്ചിരിക്കുന്നു, ദൈവം നിങ്ങളെ കൈവിടിഞ്ഞിട്ടില്ല. ദേവാലയം നഷ്ടപ്പെട്ടാലും രാജ്യം നഷ്ടപ്പെട്ടാലും ദൈവം നിങ്ങൾക്കൊരാലയമായി തീരും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ ഒരു സന്ദേശമാണ് യുവാക്കൾ പോലും തളർന്നു പോകുന്നിടത്ത് ചിറകടിച്ചുയരുന്ന കഴുകൻ്റെ ചിത്രത്തിലൂടെ പ്രവാചകൻ നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്കാണ് ഇങ്ങനെ ചിറകടിച്ചുയരാൻ കഴിയുക. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിൽ പക്ഷേ ദുഃഖവും നിരാശയും മൂലം ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിയാതെ പോയെന്ന് വരാം. സൂര്യൻ പ്രകാശിക്കാത്തത് കൊണ്ടല്ലോ ഭൂമി ഇരുട്ടുണ്ടാകുന്നത്. ഒന്നുകിൽ ഭൂമി സൂര്യന് എതിരായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഭൂമിക്കും സൂര്യനും മധ്യേ കാർമേഘങ്ങൾ കടന്നു വരുന്നു. ഒന്നുകിൽ നമ്മൾ ദൈവത്തിനെതിരായി പുറംതിരിഞ്ഞു നിൽക്കുന്നു, കേൾക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതകൾ ദൈവത്തിൻ്റെ മുഖം കാണുന്നതിന് നമുക്ക് വിഘാതമായി നിൽക്കുന്നു. എന്നുമാവട്ടെ, മേഘം മാറും, സൂര്യൻ അഭിമുഖമാകുമ്പോൾ പ്രകാശം പരക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു ശക്തി ദൈവത്തിന് പ്രദാനം ചെയ്യും. വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരാണ് ചിറകടിച്ചുയരുക. ദൈവത്തിന് സഹായിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യവുമില്ലെന്ന് ഓർക്കുക. അവിടുന്ന് കേൾക്കാത്ത ഒരു നിലവിളിയുമില്ല. അവിടത്തേക്ക് മാറ്റാനാവാത്ത ഒരു ദുഃഖവുമില്ല. സുഖപ്പെടുത്താനാവാത്ത ഒരു രോഗവുമില്ല. ആത്യന്തികമായി ദൈവത്തോടു കൂടി ആയിരിക്കണം നമ്മൾ. അതിനുവേണ്ടിയാണ് ഒരുപക്ഷേ ഈ അസ്വസ്ഥതകൾ നമുക്ക് നൽകുക. ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ കൈപിടിച്ച് നടത്തുമ്പോൾ നമ്മൾ തളരുകയില്ല. അവിടുന്ന് താങ്ങുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാവില്ല. തളരാത്ത ചിറകുകളിൽ കർത്താവിൻ്റെ സന്നിധിയിലെത്തുന്നവരെ പറക്കാൻ സാധിക്കും. ആ നിത്യഭവനത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്. കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ.